ചുറ്റോടിറ്റ മൃഗങ്ങൾ ആനയൊക്കെ അങ്ങനെ നടക്കല്ലേ. ഇവരെ ഈ ഷെഡിലുള്ള ഈ തീയിൻ്റെ ഇത് മാത്രം മാനും മല അതിൻ്റെ നിലവിളിയൊക്കെ ഉണ്ടാവും. കരടിയൊക്കെ നല്ല എല്ലാ മൃഗങ്ങളുള്ള ഏരിയ ആണല്ലോ ഈ മുത്തങ്ങ. കൂട്ടക്കണക്കിന് ആനയാണ് വരിക, ഒന്ന് രണ്ടും മൂന്നൊന്നല്ല. അങ്ങനെ ഘട്ടത്തിൽ അവിടെ 1980 നമ്മൾ കള്ളന്മാരായിട്ടൊരു വെടിവെപ്പീസ് ഉണ്ടായിരുന്നു. അതിലും ഞാൻ പ്രതിയായിരുന്നു. ഏറ്റുമുട്ടലിൽ വെടിവെച്ചു. വെടിവെച്ചാൽ അവർക്ക് തന്നെ പറ്റി. ഫോറസ്റ്റുകാർക്കും പോലീസുകാർക്കൊക്കെ തൂക്കെടുത്ത വെടിവെക്കാനല്ലാണ്ട് മറ്റെന്താ കറുവത്ത വെടിവെച്ച് കളിയിടാനല്ലല്ലോ. അൽബരത്താത്ത വെടിയൊക്കെ ലീഗാടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമാണ്. എങ്ങനെയാണ് മാധവേട്ടൻ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥനാവുന്നത്? വനം വകുപ്പിൽ നമ്മൾ PSC ടെസ്റ്റ് ചെയ്തിട്ട് ആണ് നിലമ്പൂർ നമ്മൾ ആദ്യം 1978 ജോലി പ്രവേശിക്കുന്നത്. ആദ്യം പിന്നെ നിലമ്പൂർ റേഞ്ചിന്റെ പൊക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആദ്യം പ്രവേശിച്ച്. അവിടെ നടക്കുകയാണെങ്കിൽ സ്റ്റാഫൊക്കെ വളരെ കുറവാണ്. ഒരു ഫോറസ്റ്റ് ഒരു ഗാർഡ് മാത്രമേ 2000 ഏക്കർ സ്ഥലം നോക്കാനുള്ള ഇതുണ്ടാവും. പുഴകൾ ഇതൊക്കെ ആണല്ലോ. അത് ഏത് വർഷത്തിലായിരുന്നു? 78. 79 നിലമ്പൂർ ഏറ്റവും പ്രശ്നം പിടിച്ചൊരു ഏരിയ ഉണ്ട്, എടക്കോട് സൗത്ത് എന്ന് പറഞ്ഞ കാണാം. എടക്കോട് സൗത്ത് അവിടേക്ക് ആര് പോസ്റ്റ് ചെയ്ത് കാലം മെഡിക്കൽ ലീവ് എടുത്ത് പോവുക. ഇത്രയും ബുദ്ധിമുട്ടും ഇങ്ങനെ വനം കൊള്ളക്കാരെ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അവിടെ നിൽക്കണമെങ്കിൽ അന്ന് ഇന്നത്തെ തന്നെ മാതിരിയല്ല, ഭയങ്കര വനം കൊള്ള നടക്കുന്ന സമയം. അപ്പോൾ ഇന്നത്തെ പുഴയാണല്ലോ ചാലിയാറ്, കുറുമ്പുഴ, 2-3 പുഴകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ അതിൽ മരം മുറിച്ച് കൊണ്ടുപോകുക. അങ്ങനെ അതിന് സ്റ്റാഫില്ലല്ലോ. 1-2 ഗാർഡുമാരും ഒരു ഫോറസ്റ്റ് ഉണ്ടാവും. അവർ വേണം ഇതൊക്കെ നോക്കുക. വാച്ചർമാരും കുറവാണ്. പുഴയാണല്ലോ, നീന്തൽ അറിയാത്ത ആൾക്കാർക്കൊന്നും അവിടെ തീരെ പണിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഘട്ടത്തിൽ അവിടെ 1980 നമ്മൾ കള്ളന്മാരായിട്ടൊരു വെടിവെപ്പീസ് ഉണ്ടായിരുന്നു. അതിലും ഞാൻ പ്രതിയായിരുന്നു. അത് ഇന്ന് കള്ളന്മാരായിട്ട് ഏറ്റുമുട്ടൽ വനത്തിൽ വെച്ചിട്ട് വനത്തിൽ വെച്ചിട്ട് വനത്തിന്റെ പുറത്തേ ഒരു മരമായിട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ അന്ന് പോലീസിന്റെ ഈ സാറുണ്ട്, ഭാസ്കരൻ എന്ന് പറഞ്ഞ പോലീസുകാരനുണ്ട് AR ക്യാമ്പിലെ. അയാളും ഞാൻ പിന്നെ 2 വാച്ചർമാരും ഏറ്റുമുട്ടലിൽ വെടിവെച്ചു. വെടിവെച്ചാൽ അവർക്ക് തന്നെ പറ്റി. ആദ്യം വെടിവെച്ചു? അവര് നമ്മളതിൽ തോക്കില്ല, തോക്ക് പോലീസുകാരന്റെ തോക്ക് എടുത്തിട്ടില്ല. പിന്നെ നമ്മളതിൽ ഒരു ഫോർട്ടൺ റൈഫിൾ ഉണ്ട്, അത് നമ്മൾ അന്ന് എടുത്തില്ല. ഇവര് കള്ളത്തോക്ക് ഉപയോഗിച്ചിട്ട് റസാക്ക് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വെടിയേറ്റ് ഒരു 5-8 ആളുണ്ടായിരുന്നു. അപ്പോൾ ആ മരം കഴിഞ്ഞാൽ അതിൽ പിന്നെ ഞങ്ങള് സംഘർഷ ഇതായി ഭയങ്കര അടിപിടി കേസും അത് ഇതൊക്കെ ആയിട്ട് ഞാൻ മെഡിക്കൽ കോളേജിലും വാച്ചർമാരൊക്കെ ആയിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആ ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് ആര്യാടൻ മുഹമ്മദാണ് വനമന്ത്രി. അപ്പൊ വയനാടിന്റെ നല്ല സപ്പോർട്ട് നമുക്ക് അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ അത് പിന്നെ കേസൊന്നും ആരെയും പേരിലും ഇതൊന്നുമില്ല അവിടെ പോലെ പരിക്ക് പറ്റിയിട്ട്. അപ്പൊ ഈ റസാഖ് എന്ന് പറഞ്ഞ എത്ര ലീഗിന്റെ വളണ്ടർ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ഈ വെടിയേറ്റവന്. ലീഗുകാർ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അന്നും സീതിയാജിയൊക്കെ നമ്മളെ ഭാഗത്തായിരുന്നു. കാട്ടിൽ മരം മുറിക്കാൻ പോയിട്ടല്ല, അസംബ്ലിയിൽ ഭയങ്കര പ്രശ്നം നടന്നു. ചോദ്യം വന്നപ്പോ സീതിയാജി വരെ നമ്മൾ അന്ന് അസംബ്ലിയിൽ സപ്പോർട്ട് ചെയ്താ. അപ്പൊ മൂപ്പരറിഞ്ഞ് ഈ ഫോറസ്റ്റുകാർക്കും പോലീസുകാർക്കൊക്കെ തൂക്കെടുത്ത വെടിയേക്കാനല്ലാണ്ട് മറ്റെന്താ കറുവത്ത വെടിവെച്ച് കളിയിടാനല്ലല്ലോ. അൽബരത്താത്ത വെടിയൊക്കെ ലീഗാടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാണ്. അന്ന് അസംബ്ലിയിൽ മൂപ്പര് വളരെ അന്ന് ആരെയാണ് സപ്പോർട്ട് ചെയ്ത. അങ്ങനെ ആ സംഭവത്തിന് ശേഷം പിന്നെ അവിടെ തന്നെയാണ് ഞാൻ. അവിടെ പിന്നെ സ്ഥലം എത്ര കാലം ഉണ്ടായിരുന്നു? 10-11 വർഷം പോയുണ്ടായിരുന്നു. 89 വരെയൊക്കെ. 89 വരെ ഉണ്ടായിരുന്നു. വർഷം അവിടെ തന്നെയായിരുന്നു. അവിടുന്ന് പാലക്കാട് മംഗലം. നിലമ്പൂർ എങ്ങനെ ഉണ്ടായിരുന്നു? നിലമ്പൂർ ഭയങ്കര പ്രശ്നമുള്ള ഏരിയ ആണ്. പക്ഷെ നാട്ടുകാരും നമ്മളൊക്കെ ആയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു വിട്ടുവീഴ്ചയും തയ്യാറില്ലാതെ കർശന നടപടി ഇതായത് കൊണ്ട് നമുക്ക് അവിടെ പിന്നെ നാട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. അവിടെ ജനങ്ങളെ ഒരു കുറെ കാലത്തിന് ശേഷം നിലമ്പൂർ ഭയങ്കര ഒരു മാവോയിസ്റ്റ് കാടുകളിലൊക്കെ മാവോയിസ്റ്റ് അതൊക്കെ അതിന് ശേഷം. അല്ല അന്നൊന്നും അങ്ങനത്തെ അന്ന് മാവോയിസ്റ്റിന്റെ പ്രശ്നമില്ല. അതിന് ഈ കരുളായി ഏരിയയിലാണ് ഈ മാവോയിസ്റ്റിന്റെ. നമ്മളെ നിലമ്പൂർ തന്നെയുള്ള അപ്പൊ ഡിവിഷനൊക്കെ മാറിപ്പോയി കേരളായി മറ്റൊരു ഡിവിഷനിൽ പോയി. അന്ന് നക്സൽ പ്രശ്നമില്ല, വനംകൊള്ള തന്നെയാണ്. ഇത് ഇതാക്കിയിട്ട് അന്ന് ഓരോ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മുറിച്ചിങ്ങനെ മരം കൊണ്ടുപോയി എവിടെ നിന്നും പോയിട്ട് മരം മുറിക്കാന്നുള്ള പ്രശ്നത്തിലാണ്. നിലമ്പൂർ തേക്കുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇവരെങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യും. അതിനുമ്പോ കർശനമായിട്ട് നമ്മള് നേരിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ ജനങ്ങളെ ഒരു നല്ലൊരു വിഭാഗം നമുക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ കുറഞ്ഞൊരു ഏരിയ ഉള്ള ആൾക്കാരാണ്. ഒരു പുള്ളിപ്പാടം എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട് അവിടെ. അതിൽ മുഴുവനും നമ്മളെ ഈ എല്ലാം മറുമുറിച്ച് ജീവിക്കുന്നതാണ്. അവിടെ സ്പെഷ്യൽ ഫോറസ്റ്റ് നമ്മള് ഇതില്ലാണ്, റിസർവ് ഫോറസ്റ്റിൽ പഴയ പിന്നെ പിടിച്ചെടുത്ത സ്പെഷ്യൽ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ആയിട്ട് അതിലെല്ലാം ഇത് തന്നെ. എത്രവാക്ക് നമ്മള് അന്ന് പെരുക്കോ പറ്റിയ ടീമുണ്ട്, ഒരു രാജഗോപാലനാരൊക്കെ ഉണ്ടായി കോഴിക്കോടുള്ള. അയാളെ തലയ്ക്കൊക്കെ വെട്ടി പറ്റിയിട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടതാ.
അങ്ങനെ നിലമ്പൂര് അങ്ങനെ നല്ല പ്രശ്നം തന്നെയാണ്. ആ സംഭവമൊക്കെ നടന്ന് കുറേ കഴിഞ്ഞ് അവിടെ ശാന്തമായി, പ്രശ്നങ്ങളുമില്ല. അന്നപ്പാണ് പൂക്കോട്ടുംപാടം അമരമ്പലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അമരമ്പലത്ത് ഭയങ്കര വനം കൊള്ള, ഒരു കാടിനൊക്കെ കുത്തി വീഴ്ത്തി, പിന്നെ വയറിനൊക്കെ അങ്ങനെ ആ നെഞ്ഞിനൊക്കെ ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് അയാള് മറയൂർക്കാരനാ. എന്തിനായിരുന്നു ആ സംഭവം? അത് പിന്നെ മരം മുറിച്ചു കൊണ്ടുപോകുമ്പോൾ ഏറ്റുമുട്ടി. ആ അന്ന് അതല്ലേ അവിടെ ഭയങ്കര പ്രശ്നം നടന്നതിന് ശേഷം എന്നോട് അവിടെ ചാർജ് എടുക്കാൻ പറഞ്ഞു. അവിടെ പിന്നെ പോയി ഞാൻ ചാർജ് എടുത്ത്, അങ്ങനെ ഞങ്ങൾ ഒരു ലോറിയൊക്കെ പിടിച്ച് അവിടുന്ന് കുറേ വണ്ടിയൊക്കെ പിടിച്ച്. നമ്മളെ ഏരിയ എന്നല്ല, മരം കൊണ്ടുവരണമെങ്കിലും കാട്ടിൽ നിന്ന് തന്നെ ഉള്ളത്, നാട്ടുകാർ സഹായം എല്ലാം കൂടിയായിട്ട് നമ്മളൊരു അന്നത്തെ SC വണ്ടി, അതിൽ നിറയെ തേക്കുണ്ടായിരുന്നു. അത് നമുക്ക് അവാർഡൊക്കെ കിട്ടിയാണ്. ഇവിടുന്ന് നമുക്ക് അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിലമ്പൂർ ഇടക്കോടൊക്കെ ഉള്ളതിന് ക്യാഷ് അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നു. അതുപോലെ ഇവിടുന്ന് കിട്ടി, ലോറി പിടിച്ചു കൊടുത്താനും ട്രാക്ടറായിട്ട് തന്നെ. അത് നമ്മളെ ടി ക്യാംസന്റെ വീടിന്റെ അടുത്താ. ഈ വെടിവെപ്പ് മമ്പാട് വെടിവെപ്പ് കേസിൽ നമ്മൾ അഡ്വക്കേറ്റ് ടി ക്യാംസ് ചെയ്യുന്നു, ഒന്ന് ശ്രീധരൻ വക്കീലോ, ഞങ്ങളെ സുഹൃത്തുക്കളുമാണ്. അപ്പൊ അന്ന് കോൺഗ്രസിലാണ് ടി ക്യാംസാ. ഇയാള് അങ്ങനെ 2 അഡ്വക്കേറ്റ് വക്കീൽമാരെ നമുക്ക് വെടിവെപ്പ് കേസിൽ. അന്ന് റേഞ്ച് ഓഫീസർ കൊണ്ടുപോയി ഒരു അബ്ദുറഹ്മാനാ. അന്ന് സർക്കാരിന് വക്കീലിന് കൊടുക്കാനുള്ള പൈസ റേഞ്ച് ഓഫീസറാണ് പൈസ കൊടുത്തത്. അന്ന് സർക്കാരിന് ഈ പൈസ കിട്ടുന്ന ഇതൊക്കെ എഴുതി ഉണ്ടാക്കണൊക്കെ വളരെ പ്രശ്നമാണല്ലോ. അപ്പോൾ ഭാസ്കരൻ എന്ന് പറഞ്ഞ എയർ ക്യാമ്പിലെ പോലീസുകാരനുണ്ടായിരുന്നു. അപ്പോൾ അവനും ഇവർക്ക് പറ്റിയാളിങ്ങനെ ഈ വെടിവെപ്പ് കേസിൽ ഞങ്ങൾ 3 പ്രതികളാണല്ലോ. അന്ന് മഞ്ചേരി സെഷൻസ് കോടതി പിന്നെ കേസ് കളിക്കാളിന് ഇവരെല്ലാം നടപടിയെടുക്കാൻ പറഞ്ഞു, പ്രതികളെ പേരിൽ. അങ്ങനെയാണ് ആ കേസ് കഴിച്ചത്. അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ പാലക്കാട് പോയി. നിലമ്പൂരത്തെ സംഭവം കൂട്ടുംപാടം നിലമ്പൂര് ടി KMC ഒക്കെ നമ്മളെ നല്ല പിന്തുടർച്ച ടീമാണ് കോടതിയിലും. അപ്പൊ നമ്മള് പൈസ ഒക്കെ കൊടുക്കുന്നേരം അത്ര വേണ്ട. ശ്രീധർ വക്കീലൊക്കെ പറയും, നിങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിരുന്ന പൈസ ഒന്നും എനിക്ക് വേണ്ടെന്ന് അറിയൂ. ഇത് ഞാൻ നിന്നോ ശ്രീധർ വക്കീലിന്റെ ഇളയവന്റെ മോനെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, അപ്പോ മരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ നിലമ്പൂര് 11 വർഷത്തെ ഒരു സർവീസിന്റെ ഇടയ്ക്ക് പലപ്പോഴും ജീവൻ പോലും നമുക്ക് പിന്നെ അമൃഗങ്ങള് പ്രശ്നങ്ങള് എല്ലാം ഉണ്ടാവും, ആനകള്, ഇതെല്ലാം. അങ്ങനത്തെ എന്തെങ്കിലും മറക്കാനാവാത്തൊരു ഓർമ്മ നിലമ്പൂരുണ്ടോ? നിലമ്പൂർ നമ്മൾ ആനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ഓടി, രക്ഷപ്പെടുന്നത് മരുന്നുകൾ വളപ്പുഴയെ ചാടി നീന്തി പോകുന്നതൊക്കെ ഉണ്ട് ഈ വെടിവെപ്പുകൾ. ഈ വെടിവെപ്പിന് ശേഷം ഇവര് വെടിവെക്കുന്ന സമയത്ത് ശരിക്കും അടുത്ത് തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു എന്നാണ് ഈ പിടിവെളിയിൽ ഒരു വെടിന്റെ ഒച്ച കേൾക്കുന്നുണ്ട്, അതിൽ ഒരുത്തം വീണിങ്ങനെ നിലവിളിക്കുന്ന ഇത് കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഓടി. പിന്നെ ഞങ്ങളെല്ലാം പോലീസുകാരനും ഞാനും ഒരു വാസറുമാണ്, 3 ആളല്ലേ, അല്ല 2 വാസർമാരുണ്ട്. ഒരു രവി എന്ന് പറഞ്ഞ ഞങ്ങളുണ്ട്, ഒരു ഉമ്മറും. അതിൽ ഞങ്ങൾ അവിടുന്ന് ഓടിപ്പോന്നു, മരം എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ പെട്ടെന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് പിന്നെ പോലീസ് പാർട്ടിയൊക്കെ വന്ന്. ഈ കള്ളത്തോക്കുകൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ അല്ലെ നിലമ്പൂർ? ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. തോക്കുണ്ടാക്കുന്ന കൊല്ലന്മാരും ഉണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ തോക്ക്, കള്ളത്തോക്ക് ഇപ്പോൾ ഏകദേശം അവിടെ കിട്ടും. അത് ഈ വനമേഖലയിലൊക്കെ ഉണ്ടല്ലോ. അതുപോലെ പാലക്കാടേക്കാണ് പിന്നീട് പോകുന്നത് അല്ലേ? അവിടുന്ന് പാലക്കാട് അഥവാ 10 വർഷം ഒരേ സ്ഥലത്ത് തന്നെ 10 വർഷം ആകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റേറ്റ് ഇത് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൽ ഞാൻ പാലക്കാട് പോയി. പാലക്കാട് ചെന്ന് നോക്കുമ്പോൾ പിന്നെ അവിടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, പുഴക്കലടം സെക്ഷൻ എന്ന് പറഞ്ഞാല്. ചിലപ്പോൾ പുഴക്കലടം സെക്ഷൻ എന്നാണ് അതിന്റെ പേര്. ആലത്തൂര് റേഞ്ചാണ് ഇപ്പൊ അത്. അവിടെ നിന്നാൽ 3500 ഏക്കർ തേക്കും തോട്ടം തന്നെ ഉണ്ട്. പിന്നെ അവിടെ ഈ മംഗലം ഡാമിന്റെ ചുറ്റോടിയിട്ടാണ് ഈ തോട്ടം. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ പോകാനാ കണ്ടമാന ഏരിയ ഉണ്ട്. അവിടെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമുള്ള ഏരിയ ആണ്. അത് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ഒന്നിച്ച് ആദ്യം ട്രെയിനിങ്ങിനൊക്കെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെയാണ് അവിടെ ഉള്ളത്. അതിൽ പിന്നെ അവിടെ പിടിച്ച അതോ ഇതുപോലെ തന്നെ പുഴക്കലടത്ത് പണിയെടുക്കാൻ ആരും തയ്യാറില്ലാത്തൊരു ഏരിയ ആണ് പുഴക്കലടം. അത്ര തേക്കും തോട്ടമാണ്. ഇങ്ങനെ ഈ ഡാം ഇതായിട്ട് കളമരം നല്ല ശല്യമുള്ള സ്ഥലമാണ് പുഴക്കലടം. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു പാലക്കാട്? അവിടെ ഒരു 4 കൊല്ലം ഉണ്ടായിരുന്നു. 4 കൊല്ലം ഇങ്ങനെ ഞാൻ കോഴിക്കോട് ട്രാൻസ്ഫറിന് എടുത്തിരുന്നു. അപ്പൊ എന്നെ റിലീവ് ചെയ്ത് തന്നില്ല അവിടുന്ന്. നിങ്ങൾ കുറച്ചും കൂടി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സീതാജിന്റെ ഏട്ടൻ അലിക്കുട്ടി സാർ ഉണ്ടായിരുന്നു, DFO. അവിടെ ഞാൻ ഇവിടുന്ന് മാറുമ്പോ നിങ്ങൾക്കും അങ്ങോട്ട് കോഴിക്കോട്ടേക്ക് പോകാനാവുന്ന. അതിൽ ഞാൻ മെഡിക്കൽ ലീവ് എടുത്ത് അവിടെ മുങ്ങാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ലീവ് എടുത്തിട്ട് പിന്നെ 2 ദിവസം പിന്നെ റേഞ്ച് ഓഫീസർ വർഗീസ് എന്ന റേഞ്ച് ഓഫീസറാണ്. ആള് എന്നോട് പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് നിങ്ങൾ വന്നാൽ റിലീവ് ചെയ്ത് തരാം, ഇനി പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് 1 മാസം പിന്നെ എന്നെ അവിടെ ജോലി ചെയ്തിട്ട് നീട്ടി പിന്നെ ട്രാൻസ്ഫർ. പിന്നെ ഞാൻ കോഴിക്കോട് താമസിച്ചിട്ട് വന്നത്.
അപ്പൊ അവിടെ പാലക്കാട് നിൽക്കുന്ന നേരം വേറെ പ്രശ്നം ഉണ്ടായി. പാലക്കാട് നിൽക്കുമ്പോൾ ഒരു വിക്രമൻ എന്ന് പറഞ്ഞ ഒരു ആലത്തൂർക്കാരന് ഇവർ ഈ താച്ചന്മാരുണ്ട് ഈ കരിയിടുന്ന തേക്ക് മുറിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ കാട്ടിൽ തന്നെ ഉണക്ക കരി ചുട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അത് ഗ്യാങ്ങായിട്ടാ വരിക. ഈ നൂറ് ഇടാൻ വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോയിട്ടാ നൂറ് ഇടുക. അപ്പൊ നമ്മളവിടെ രാത്രി നിൽക്കുന്നത് ഉണക്കത്തേക്കാ മുറിക്കുക. അത് ഡാമിന്റെ സൈഡിലിട്ട് കരിയാക്കിയിട്ട് ഇങ്ങനെ വലിയ ചാക്കിലാക്കിയിട്ടാ കൊണ്ടുപോകാം. ഒരു ജീപ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ 4 ചാക്കേ കൊള്ളു, അത്രയും നീളം ഉണ്ടാവും. ഈ കരിക്ക് വെയിറ്റ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതിൽ ഒരുത്തൻ എന്ത് ചെയ്തെന്ന് അറിയുകയാണെങ്കിൽ പിന്നെ ഒരു വിക്രമൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇവൻ കാല് വഴുതി വീണ് അങ്ങനെ ഇവന്റെ നട്ടെല്ലും ഇതും പൊട്ടിപ്പോയി. അങ്ങനെ നാട്ടുകാരെ പിന്നെ വണ്ടി കയറ്റിങ്ങാളിന് പിന്നെ പാലക്കാട് ആശുപത്രിയിലും അവിടെ നിന്ന് തൃശ്ശൂരും അവിടെ നിന്ന് പിന്നെ ഒരു മരണവഴി കൊടുത്തു ഞങ്ങളെ പേരില്. കണ്ടാലറിയാവുന്ന 4 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് മർദ്ദിച്ച് പിന്നെ അങ്ങനെ ആക്കിയതാണെന്ന് പറഞ്ഞിട്ട്. അതിൽ മാത്രമായിട്ടുണ്ടോ? അതിൽ ഞാനുണ്ട്. അത് ഞാൻ ഒരു ദിവാകരൻ ആ ഒരു കേസ് ഉണ്ടായിരുന്നു. അന്ന് നിലമ്പൂരുണ്ടായിരുന്ന ഒരു CI ഉണ്ട്, അന്ന് മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട്. അയാളാണ് അവിടെ UASP. അയാള് തമാശലിനോട് ചോദിച്ച് ഇനി അവിടെ നിന്ന് ഒരുത്തൻ തട്ടി ഇവിടെയും തട്ടി എടുത്തരാന്ന് ചോദിച്ചു. തമാശയിലാണ് സംഗതിയൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ പറഞ്ഞ രാത്രി ഞങ്ങളാരും അങ്ങനെ ഫീൽഡും അങ്ങനെ രാത്രി ഒന്നും അവിടെ അങ്ങനെ പോയല്ല വണ്ടി എടുത്തിട്ട്. അപ്പൊ നോക്കുമ്പോ മംഗൾ ഡാം SI ഞങ്ങളും അടുത്തടുത്ത് അവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അങ്ങനെ റൂമായിട്ട് മംഗൾ ഡാമില് അതില്ലാ താമസം. അപ്പൊ ഞങ്ങൾ ഇവരും ഇങ്ങനെ കളിച്ചു ഈ പറഞ്ഞ ഈ മരണ വഴി എടുത്ത രാത്രി SI ASI ഞങ്ങളും എല്ലാം കൂടി ഒരു റൂമിലാ. അപ്പൊ SI ആണെന്നപ്പോ തന്നെ കേസ് റെഫർ ചെയ്ത് ഇങ്ങനെ അന്വേഷണം ഇവന്റെ മരണ വഴി തെറ്റാണെന്ന് പറഞ്ഞിട്ട് അന്വേഷണം നടന്നിട്ട് എന്നിട്ട് SI ഞങ്ങളോട് ചോദിക്കാൻ സംഭവം ശരി തന്നെ ആണോ, നമ്മൾ ഇവിടെ തന്നെ അല്ല അവർക്ക് അറിയാമല്ലോ. അങ്ങനെ ഒരു കേസ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടുന്ന് പിന്നെ താമരശ്ശേരിക്ക് മുത്തങ്ങ അല്ല താമരശ്ശേരി വന്നിട്ട് 4-5 ഇവിടെ പണിയെടുത്ത് ഇവിടുന്ന് പിന്നെ പ്രൊമോഷൻ ആയപ്പോ മുത്തങ്ങയിലേക്ക് പോയി. പക്ഷെ മുത്തങ്ങ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞൊരു കാലം, അതിനുശേഷം മാധവേട്ടൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു പിന്നീടുള്ള ഒരു മുത്തങ്ങ അല്ലെങ്കിൽ ആ ഒരു വയനാട് എങ്ങനെയായിരുന്നു പിന്നീട്? പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ, നാട്ടുകാർ കംപ്ലീറ്റ് നമ്മളെ ഭാഗത്താണല്ലോ, ആദിവാസികളും ഒക്കെ ഇതാണ്. പിന്നെ നമ്മൾ ഇവരെ ഷെഡ് വിളിച്ചതും തീയച്ച് കുറെ നശിപ്പിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നീക്കാനും എല്ലാം ഉള്ള സാധാരണഗതിയിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടികള് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഞാൻ നേരത്തെ അതുണ്ടായിരുന്നു. അത് കുറെ ആദിവാസികൾ തീയേക്കാൻ വേണ്ടി നമ്മൾ മണ്ണെണ്ണ കൊണ്ടുവന്നിരുന്നു അവിടെ, ഇവർക്ക് ഈ സ്റ്റൗവിന് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള. പിന്നെ അപ്പൊ പറഞ്ഞ ആദിവാസികളെ തീ വെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന പെട്രോളാണ് മണ്ണെണ്ണയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. പിന്നെ രാഷ്ട്രീയം, പക്ഷേ കക്ഷി രാഷ്ട്രീയം അങ്ങനെ അവിടെ ഇതായില്ല. പിന്നെ പുറത്താണ് അതിന്റെ പേരിൽ ഒരു ബന്ധമൊക്കെ നടന്നത്, ഒരു സ്റ്റേറ്റ് വൈസിൽ ഒരു ബന്ധമൊക്കെ നടത്തിയില്ല അവര്. അത് CPM രാഷ്ട്രീയ നിലപാട്. പക്ഷെ ലോക്കലായിട്ടുള്ള പഞ്ചായത്ത് പിന്നെ മലപ്പുറത്തോ അതിനൊന്നും ഒരു സപ്പോർട്ട് ചെയ്തില്ല. ആദിവാസി സമരം എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു മാവോയിസ്റ്റ് അങ്ങനത്തെ ഒരു മാവോയിസ്റ്റ് ചായവുണ്ട്. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഇവരെ ഇതൊക്കെ വെട്ടലും ഇതൊക്കെ ഇവരൊക്കെ പെരുക്കുമൊക്കെ കണ്ടു നോക്കുമ്പോൾ അതൊരു സാധാരണ ആദിവാസിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ് ഒരു ഇത് കണ്ടത്. പിന്നെ അവിടെ അടുത്ത് ഒരു കോളനി ഉണ്ട്, ഈ സംഭവം നടക്കുന്ന ഇടക്കുമഴി കോളനി, ഇങ്ങനെ 2-3 കോളനികളുണ്ട്. അതിലെ ആൾക്കാരൊക്കെ നമ്മളൊന്നിച്ചാ ഒരൊറ്റൊന്നും ഇവരെ കയ്യേറ്റത്തിന്. കാരണം ഇവര് ജീവിക്കുന്ന ഇവിടുത്തെ പണിയും അതും ഇതും കൊണ്ട് ഇങ്ങനെയാണല്ലോ, ആദിവാസികളെ ഇങ്ങനെ ജോലി കൊടുക്കുക. ഇപ്പൊ നമ്മൾ തന്നെ ഇതില് പല രീതിയിലുള്ള കുറേ കാലമായിട്ട് കേരളം ചർച്ച ചെയ്യുന്നത്, ഇതിപ്പോ ഓരോ വർഷങ്ങൾ കഴിയും തോറും ഇത് ചർച്ചകളിലേക്ക് വരും. മുത്തങ്ങയുടെ പല വേർഷൻസ്, സിനിമ വന്നു, ഇതൊക്കെ വന്നു. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുത്തങ്ങ സെലക്ട് ചെയ്യാനും അവിടേക്ക് ആളുകൾ എത്താനും ഇതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അതാണ്. അതിൽ ഇപ്പോ ആ ദുരൂഹത അപ്പോ നടക്കുന്നുണ്ട്. അയാള് പഴയ നക്സലൈറ്റ് ആണല്ലോ, പഴയ നല്ല ആള് നക്സലൈറ്റ് തന്നെ. അതിന് ശേഷമാണ് ഇപ്പം ജാനും ഇയാളും തെറ്റിപ്പിരിഞ്ഞ് രണ്ട് വഴിയായത്. പിന്നെ വേറെ ഗ്രൂപ്പ് 3 ഗ്രൂപ്പായി തിരിഞ്ഞു പോയി അവര്. പിന്നെ ഇപ്പൊ ആദിവാസി അതിൽ യാതൊരു ഇതുമില്ല. ഈ ആദിവാസി വാർഡിൽ ഇവള് പനവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. പനവല്ലിയിൽ ഇവള് പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നിട്ട് കെട്ടിവെച്ച പൈസ എത്തിയില്ല. പിന്നെ ഇവള് ഈ BJP പോയി ഇങ്ങനെ പല എല്ലാ പ്രാവശ്യം കോൺഗ്രസിലൊക്കെ വന്നപ്പോ കോൺഗ്രസിലൊക്കെ നമ്മൾ പറഞ്ഞു ഇവള് എന്ത് കാട് അവിടുത്തെ കോൺഗ്രസ്സുകാരും പറഞ്ഞു ഓക്കെ സീറ്റ് കൊടുത്ത് കാണിക്കല് ഒരൊറ്റ കോൺഗ്രസ്സുകാരന് വോട്ട് ചെയ്യലാന്ന് പറഞ്ഞു. അതുപോലെ CPM ചെയ്യല. CPM ഭയങ്കര ദേഷ്യ. എനിക്ക് തോന്നുന്നു ഇപ്പൊ മാധവേട്ടന് 74 വയസ്സായി. ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ ആ ഒരു രാത്രി അവിടെ ഒരു തടവുകാരനായിട്ട് കഴിഞ്ഞ ഒരു രാത്രി
ബന്ദിയായിട്ട് കഴിഞ്ഞ ഒരു രാത്രി എങ്ങനെ ഓർത്തെടുക്കുന്നത്? എന്താണ് ആ ഒരു ദിവസത്തിന്റെ ഒരു സുഖം? അതൊരു ഭയങ്കര ഇതാണല്ലോ, ചുറ്റോടിറ്റ മൃഗങ്ങള്, ആനയൊക്കെ അങ്ങനെ നടക്കല്ലേ. ഇവരെ ഈ ഷെഡിലുള്ള ഈ തീയിന്റെ ഇത് മാത്രം മാനും അല്ല, അതിന്റെ നിലവിളിയൊക്കെ ഉണ്ടാവും, കരടിയൊക്കെ, നല്ല എല്ലാ മൃഗങ്ങളുള്ള ഏരിയ ആണല്ലോ ഈ മുത്തങ്ങ. കൂട്ടക്കണക്കിന് ആനയാണ് വരിക, ഒന്നും രണ്ടും മൂന്നും ഒന്നല്ല. അതുപോലെ മാന് മലാന എന്നൊക്കെ പറഞ്ഞ് കാണെങ്കിൽ മലമാൻ എന്നൊക്കെ വന്ന് കാണെങ്കിൽ 100 200 എണ്ണുള്ള കൂട്ടമുണ്ട്. അങ്ങനെ. പിന്നെ അത് കർണാടകയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ്നാടുമായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. ഈ ഒരു സമരത്തിന്റെ മറവില് വേറെ എന്തെങ്കിലും പ്രവൃത്തികൾ അവിടെ നടന്നതായിട്ടൊക്കെ സംശയം തോന്നുന്നുണ്ടോ? കാടിന്റെ ഉള്ളില് ഇപ്പൊ പുറത്തിങ്ങനെ പ്രശ്നം നടക്കുമ്പോ കാട്ടില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള കൊള്ള അങ്ങനത്തെ സംഗതികൾ അത് അങ്ങനത്തെ കൊള്ള നടത്താൻ പറ്റിയ സാധനങ്ങൾ അവിടെ ഇല്ലല്ലോ, നടക്കൂല. ഓരോ കൊള്ളയായിട്ടൊന്നും നടക്കാൻ കഴിയൂല. ഈ മൃഗങ്ങളെ ഇത് ഇതാക്കിയിട്ട് തിന്നാന്നല്ലാതെ 17-ാം തീയതി പിടിക്കുന്നു, 18-ാം തീയതി ഉച്ചയ്ക്ക് ഇതാവും. വിട്ട ഒരു പടം പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. വന്നിരുന്നു. ഇങ്ങനെ 5 പേരെ കൈ കെട്ടിയിട്ട് കൊണ്ടുവന്നു. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു അവിടുന്നുള്ള ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അതെന്താ അത് അവരാ ഷെഡിൽ നിന്ന് ഇങ്ങനെ ഇതില്ല, അവരെ ഇതിലിങ്ങനെ പുറത്ത് പോലീസും നാട്ടുകാരും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ ഞങ്ങളെ മറവാക്കിയിട്ടാണ് ഒരു ഇങ്ങനെ ഗേറ്റിന്റെ അടുത്ത് വരുന്നത്. നാട്ടുകാർ തള്ളിക്കയറാൻ വേണ്ടിയിട്ട് റെഡിയായി. അതിൽ പിന്നെ പോലീസിന്റെ കനത്ത ഇതുണ്ടായ കാണാൻ ഞാൻ ഫോട്ടോ കണ്ടു അത്. അതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ട്. ഓ. ഇപ്പൊ ഓപ്പറേഷന്റെ കംപ്ലീറ്റ് തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോ ഉണ്ട്. അതിപ്പോ കോടതിയിലുണ്ട്, പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്. ഇപ്പൊ കേസ് എങ്ങനെയാ? കേസ് നമ്മൾ കൈ അതിപ്പോ സർക്കാർ പിന്നെ ഈ ആദിവാസികളെ ഒരു ഇവർക്ക് വിവരമില്ലാതെ ചെയ്തു പോയതാണല്ലോ എന്നുള്ള അതിൽ കണ്ടമാനം പ്രതികളും ഉണ്ടല്ലോ. ഞാനും ഒരു CCF DFO മാത്രമേ എറണാകുളത്ത് CBI കോർട്ടിൽ പോയിട്ട്, പിന്നെ അതൊക്കെ അങ്ങോട്ട് കൽപ്പറ്റ സെഷൻസിലേക്കാണ്. മാധവട്ടം വിചാരിക്കുന്നുണ്ടോ അങ്ങനെ വിവരമില്ലാതെ ചെയ്തു പോയതാണെന്ന്? അങ്ങനെ പറയാൻ പറ്റൂല, ഇവരല്ലാതെ. കാരണം ഇതുവരെ സെലക്ട് ചെയ്ത ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് തിരുവനന്തപുരത്തും ഒക്കെ ഉള്ള ഒരു നക്സൽ അനുഭാവികളാണ് ഇവര്, കുറെ ആൾക്കാർ ഇതിന്റെ തലപ്പത്തുള്ളത്. പക്ഷെ മറ്റവരൊന്നും ഈ വിവരം അറിയില്ല. അവരങ്ങനെ കൂട്ടിക്കൊണ്ട് ഇവർ ഭയങ്കര ഇവരെ റേഷൻ കാർഡ് വരെ അവർ വാങ്ങിയിട്ട് കയ്യിൽ സാധനമുണ്ട് ഈ സ്ഥലത്ത് വന്ന് ഭൂമി കയ്യേറിയ. അപ്പൊ അവർ പിന്നെ നമ്മളോട് വരാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണോ, അതിൽ കയ്യേറിയ ടീം മാനന്തവാടിയൊക്കെ ഉള്ള ടീം നമ്മളിങ്ങനെ ഒരു മാസം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഞങ്ങളിങ്ങനെ ഇവിടെ സ്ഥലമുണ്ട്, സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. ഞങ്ങളുടെ റേഷൻ കാർഡ് എല്ലാ രേഖകളും അവരെ കയ്യിലാണ്. ഒളിച്ചു പോകാൻ പറ്റും, ഒളിച്ചു പോയിക്കാണെങ്കിൽ ഇവർ ഞങ്ങളെന്താ ചെയ്യുമെന്ന്. അവിടെ പുറത്ത് കിടക്കാൻ പറ്റില്ല, ഭയങ്കര ബന്ധവസ്ഥ. ഇവരെ കുറെ ബോഡി ഗാർഡുമാരുണ്ട് ഈ ജാനുവിന്റെ ഇതും അല്ലാത്തങ്ങനെ. അതിന് ഓരോ സ്ക്വാഡിന് ഓരോ നമ്പറൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നക്സൽ മോഡൽ തന്നെയാ. ഇവരെ കൊണ്ട് താമസിപ്പിച്ചോല് പുറത്ത് ചാടാതിരിക്കാനുള്ള, അല്ലെങ്കിലൊന്നും അന്ന് തന്നെ കുറെ എണ്ണം ചാടിപ്പോയിക്കുന്നു. അപ്പൊ സമരം വരുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പോവാനുള്ള ഇതിൽ വന്ന്, അതിൽ വന്നപ്പോ ആണ് ഇവർ ഈ തീയിട്ടിട്ട് ഞങ്ങളെ ബന്ദികളാക്കാനുള്ള അത് വളരെ ആസൂത്രണമായിട്ട് ഒരു ചെയ്തതാണ്. ഇപ്പൊ 22 വർഷത്തോളം ആയി. 22 വർഷം. 22 വർഷമായി. കേസ് ഇപ്പോഴും ഇപ്പൊ നടന്നിരിക്കുകയാണ്. അതിലിപ്പോ കൊലപാതകവും ഇതൊക്കെ ഉണ്ടല്ലോ. അഭിനവ് പറഞ്ഞ പോലീസുകാരന് അതിൽ വെട്ടിയത് ഇതാന്തനാണെന്നാ പറയുന്നത്. ഈ പോലീസുകാരനെ വെട്ടിയ ഒന്ന് ഇതാന്തന് പിടിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ വെട്ടുകയാണല്ലോ. അതിന്റെ ശരിക്ക് ഇത് കിട്ടണ ശശിധരൻ എന്ന് പറഞ്ഞ മൂപ്പരാണ് അന്ന് അതിലുണ്ടായിരുന്നത്. ശശിധരൻ എങ്ങനെ ഈ അമ്പോട്ട് തുളഞ്ഞിട്ട് ലിവറിനൊക്കെ പറ്റി പിന്നെ മരിച്ചോന്ന് ഞങ്ങൾ കണ്ടതാ. പോലെ ആ ഷെഡിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. ഈ ഫോറസ്റ്റുകാരാണ് ഇതിന് തീയിട്ടെന്നാണ് പുറത്തൊക്കെ. പുറത്തെ പേര് തീയിട്ട് ഞങ്ങൾ അവിടെ തീരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവര് നിൽക്കുന്ന കുടിയിൽ കെട്ടിയതിന്റെ ഇടയിൽ നിന്നാണ് തീ വന്നത്. അന്നപ്പോ അത് നല്ല മരകഥ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഈ കരടികൊണ്ടെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ 2 ഏരിയയിലാണ് തീയിട്ട്. അപ്പൊ ഞങ്ങളെ ജീപ്പ് പോകുന്ന, ഞങ്ങൾ ഈ തീക്കെടുക്കാൻ പോകുമ്പോൾ തന്നെ ഞങ്ങൾ സംശയമുണ്ട് ഇത് ഒരു അടവാണ്. ഈ യൂക്കാലി മരം മുറിച്ചിട്ട് പിന്നെ റോഡ് ബ്ലോക്ക് ചെയ്തു. ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ഞങ്ങൾ ഈ തീക്കെടുക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ നമ്മുടെ സബോർഡിനേറ്റിനോട് പറഞ്ഞു ഇതെന്തോ ഒരു ചതി ഉണ്ടല്ലോ ഇതിൻ്റെ. നമ്മൾ തീക്കെടുക്കാൻ പോകുന്ന വഴിയിൽ തീ കെടുത്തപ്പം തന്നെ വില എന്തിനാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പോകണല്ലോ. അതൊന്നും തന്നെ സംശയമുണ്ട്. അന്നപ്പോൾ കരുതിക്കൂട്ടി വാച്ചർമാരെയാണ് ഒരു ലക്ഷ്യമിട്ട് വാച്ചർമാരെ മുഴുവനും ഇവര് ബന്ദികളാക്കി, ഈ ഡ്രൈവറെ. അതിനുശേഷം ഞങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചത്, ഇവരെ വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞങ്ങളെ 3 ആളെ അവർ ബന്ദികളാക്കുന്നത്, ഇവരെ വിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വാച്ചർമാരെന്നാ നിരപരാധികളെ നമ്മൾ പറയുന്ന പണിയെടുക്കുന്നതാണല്ലോ. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കാട്ടിലെ തീയും അത് ഇത് നോക്കിയിട്ട് ഇങ്ങനെ കൂടുന്ന ടീമാണല്ലോ. കലാകാലം എത്രയോ വർഷങ്ങളായിട്ട്. ഇപ്പോ
പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള അപ്രോച്ച് ആദിവാസികളുമായിട്ടും ഇപ്പൊ വനം വകുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ആദിവാസികളുമായിട്ടൊക്കെ കണക്ട് നമ്മളെ ഏറ്റവും നല്ല ഇടപെടലാണ് ഇവര്. മുത്തങ്ങ എങ്ങനെയായിരുന്നു? മുത്തങ്ങ ആദിവാസികളെല്ലാം നല്ല ഇതാണ്. ഈ മുത്തങ്ങകളിലെ അതിൽപ്പെട്ട ആദിവാസികൾ ഇവിടെ വന്ന് താമസിക്കും. അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ഇതാണ്. അന്ന് അവിടെ കണ്ടിട്ടുള്ള വല്ല ആദിവാസികളും ഈ സമരത്തിൽ കണ്ടിരുന്നു? ഇല്ലല്ല, ആ കോളനിയിലെ എല്ലാ ആൾക്കാരെയും നമ്മൾ അറിയല്ലോ. അതിലുള്ള ആരും ഓലൊക്കെ സമരത്തിനെതിരാ. കാരണം ഇവരൊന്നാമത്തത് ഇവര് സ്ഥലം കിട്ടുന്ന പിന്നെ മാനന്തവാടി എന്ന് പറഞ്ഞാൽ 100-120 കിലോമീറ്റർ ദൂരത്തുള്ള ടീമാണ് ഇവിടെ വന്ന് ഈ സ്ഥലം കയ്യേറുന്നത്. അവർ സ്ഥലം കയ്യേറിയ ഒരു സ്ഥലം ഇവർക്ക് കിട്ടുന്നൊന്നുമില്ലല്ലോ. ഇവർക്ക് ഈ വനം ഉണ്ടായിട്ടേ ഇവർക്ക് കാര്യമുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണല്ലോ. ഈ പിന്നെ എല്ലാ പണികളും വാച്ചർപ്പണിയും എല്ലാം. ഈ ആദിവാസികൾ ഈ കണ്ടമാനുണ്ടല്ലോ സ്റ്റാഫ്, ദിവസക്കൂലി അടിസ്ഥാനത്തിൽ. പിന്നെ ഈ കാട് പിന്നെ ഫയർ ലൈന് കലാകാലം എല്ലാ കൊല്ലത്തിൽ പണിയുണ്ടാവും. നമ്മൾ ആന വേയുന്ന വയലൊക്കെ മെയിൻ്റെനൻസ് ചെയ്യണം. വലിയ കാടൊക്കെ വെട്ടിയിട്ട് അതിന് പുല്ലുണ്ടാക്കണം. അങ്ങനെ ഇവർക്കൊന്നും ജോലിയാണല്ലോ. ഇവരിത് കയ്യേറിപ്പോയി കാണാൻ ഇവർക്ക് ജോലി ഉണ്ടാവുമല്ലോ. 100 കണക്കിന് ആൾക്കാർ പിന്നെ ആദിവാസി പെണ്ണുങ്ങളും ആണുങ്ങളും കൂടി ജോലി ചെയ്യുക. കൊല്ലത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ കാട് തന്നെ വെട്ടിത്തെറിച്ച് ഈ വയലുണ്ട്, കണ്ടമാനം വയലുണ്ട്. ഈ വയലിൽ ഈ മറ്റ് കാടുകൾ വന്നെന്നറിയുന്നത് നമ്മൾ വെട്ടി മാറ്റിയിട്ട് പുതിയ പുല്ലുണ്ടാകണം. അതുപോലെ മുള വെച്ച് പിടിപ്പിക്കണം. ഇത് അല്ലെങ്കിൽ ഈ ആനകളെല്ലാം പുറത്തിറങ്ങല്ലോ. പിന്നീട് ഈ ഇതിനൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും ജാനുവിനിക്ക് കണ്ടിട്ടുണ്ട്, കോടതി കാണും. കോടതിയിൽ പ്രതിസ്ഥാനത്ത് ഉണ്ടാവില്ല, അതിനുശേഷം കണ്ടിട്ടുണ്ട്. ഇവർക്ക് അന്ന് മറ്റേ ഈ PDP ആയിട്ട് അന്നത്തെ PDP ഉണ്ടല്ലോ, പിന്നാണ് ഇവര് നല്ല ഇതാ. ഇവരാണ് ഇവിടെ കൊണ്ട് കിടക്കല് ഇവരെ ജീപ്പില്. പിന്നെ ഞങ്ങൾ മുത്തം കണ്ടപ്പോ പോലെ ആ പത്രക്കാരെ ഉണ്ടായിരുന്നു, ആ വണ്ടിയിലാ വന്നത്. എന്നിട്ട് ആളെ ആനയെ കാണാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓളിപ്പോ സാമ്പത്തികമായിട്ട് ഇതിൽ അന്തമാനം പൈസ സമ്പാദിച്ചു. ഈ ഒരു അമ്മണി എന്ന് പറഞ്ഞവളൊക്കെ ഉണ്ട്. ഓളൊക്കെ ഈ കേസും കൂട്ടുപോയിട്ടും അതായത് ഇവിടെ ബലകയ്യായിരുന്നു. ഓള് വേറെ ഗ്രൂപ്പാ. ഇവിടെ ഞങ്ങളെ വെച്ച് ഓള് വില പേശി ഓള് പൈസ ഉണ്ടാക്കിയെന്നാ അവര് പറയുന്നത്. അങ്ങനെ കുറെ 3 ഗ്രൂപ്പായിട്ട് അടുത്തിരിഞ്ഞത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ആൾക്കാർ വളരെ കുറവാകും. ഗോത്രവാസവാന്ന് ഒരു പേരോട്ട് നടക്കാന്നേ ഉള്ളൂ. ആരും അതിലില്ല. ഇവിടെ കല്ലൂർ തന്നെ പുലിതൂക്കി എന്ന് പറഞ്ഞ ഒരു 5-8 വീട്ടുകാരാ. ഓരൊക്കെ ഒന്നും ഇപ്പൊ ഇവിടെ കണ്ടുകൂടാ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ BJP-നെ കുറച്ചൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയിരുന്നു. അവസാനം BJP-ക്കാരും വേണ്ടെന്ന് വെച്ച്. 28 വർഷം സർവീസിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന മുത്തങ്ങ തന്നെ അല്ലേ? മുത്തങ്ങണ്ട്. പിന്നെ ഇപ്പൊ സംഘർഷങ്ങൾ അത് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആണല്ലോ ഇതൊക്കെ ഒന്ന് കുറഞ്ഞത്. ഇപ്പൊ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന പഴയ കാലത്തിലേക്ക് ആലോചിക്കുമ്പോൾ എന്താ മനസ്സിൽ ആയിട്ട് ഇങ്ങനെ ഒന്നും വലിയ വില കൊടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ടൂറൊക്കെ ഉണ്ടാവും. അന്നപ്പോ ഇതിൽപ്പെട്ട ടീമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചർച്ചാ വിഷയമായിട്ട് ഞങ്ങൾ ബോട്ട് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ സമയം പോകണല്ലോ. അതുപോലെ അതൊക്കെ ചർച്ച ചെയ്യും. ഓരോ വർഷവും TV-യിൽ മുത്തങ്ങ വാർഷികം വരുമ്പോ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അതിലൊരു യോഗി എന്ന് പറഞ്ഞാണല്ലോ അവിടെ ആദിവാസി മരിച്ചത്. ഈ യോഗി എന്ന് പറഞ്ഞാണെങ്കിൽ സാമ്പത്തിക 5-10 ഏക്കർ സ്ഥലമുള്ളവനാ. കൃഷിയും കാര്യമൊക്കെ ഭയങ്കര പൈസ. അവന് കാടും വേണ്ട വേറെ ഒന്നും അല്ലാണ്ട് തന്നെ ജീവിക്കാൻ മാർഗമുള്ളൂ അവനാ വെടിയേറ്റ്. അല്ലെങ്കിൽ അന്ന് സമരത്തിന്റെ ആവശ്യമില്ല. 6 ഫാം ആദിവാസികൾ പതിച്ചു കൊടുക്കാമെന്ന് ആന്റണി ഗവൺമെന്റ് അന്ന് തീരുമാനം എടുത്തതാണ്. അതുപോലെ അതിന്റെ നടപടിക്രമം സർവേ എങ്ങനെ തിരിച്ചു കൊടുക്കുക. അതിന്റെ ഇടയിൽ അവിടെ വന്നിട്ട് ഈ സമരം ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള 6 ഫാമിലൊക്കെ പിന്നെ ഭൂമി ഇല്ലാത്തവർക്ക് 2 ഏക്കർ 1 ഏക്കറൊക്കെ പതിച്ചു കൊടുക്കാമെന്ന് കുറെ ആകെ പതിച്ചു കൊടുത്തല്ലോ. അന്നപ്പോ ഇതിന്റെ ഒരു ആവശ്യമില്ല, ഇവിടെ സമരം ചെയ്യണ്ടേ. പിന്നെ വേറൊരു ഇതുണ്ട്, ഈ അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമികളൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിന്റെ ഒരു വിധി ഉണ്ടായിരുന്നു. അന്നപ്പോൾ പറഞ്ഞാൽ അത് വലിയ പ്രഗത്ഭന്മാരെ കയ്യിലാണ് ഈ സ്ഥലമൊക്കെ ഉള്ളത്. ഈ ആദിവാസികൾ ഇങ്ങനെ കുറുങ്ങരയും കുറിച്ചരയൊക്കെ ഭൂമി അങ്ങനെ ഇവരുടെ. അപ്പൊ അത് പിന്നെ സർക്കാർ തിരിച്ചു പിടിക്കുന്നുള്ള ഒരു ഇത് വന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരെ സമരത്തിൽ ഇറക്കിയതാണെന്നും പറയുന്നുണ്ട്. ആ ഗ്രൂപ്പ് അത് ശക്തമായിട്ട് എല്ലാവർക്കും സംശയമുണ്ട്. അതോടുകൂടി ആ വിധി ഒരു സർക്കാരും നടപ്പിലാക്കിയിട്ടില്ല. ഈ അന്യാധീനപ്പെട്ട ആദിവാസി ഭൂമിയൊക്കെ ഓരോരോ പൈസക്കാരന്റെ കയ്യിലാപ്പോ. അതൊരു പ്രശ്നം ഇതിലുണ്ട്. അപ്പൊ ഇവർക്ക് ഭൂമി ഇട്ടാ പിന്നെ സമരം ചെയ്യൂലല്ലോ. കാട് കയ്യേറി 2-3 ഏക്കർ കൊടുത്താല് സ്ഥലം കിട്ടിയെന്നും പറഞ്ഞേ. ആ വിധി ഇതുവരെ നടപ്പിലാക്കിയില്ല. ഒരു സർവീസ് കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. നമ്മൾ ശരിക്കും എപ്പോഴും ടെൻഷനാണ്, കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു
പിന്നെ മുത്തങ്ങ എന്ന് പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് ഒരു സമയത്ത് രാത്രി 24 മണിക്കൂറും നമ്മൾ വണ്ടിയായിട്ട് ഓടണം. അതപ്പോൾ ആന ഇറങ്ങി ഒരാളെ തട്ടി അതായി നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആന തട്ടിക്കൊന്നുണ്ട് ഒരു ആദിവാസീന. കാട് നടുക്കാണല്ലോ. ഞങ്ങൾ എന്ത് ഞങ്ങൾ തുണിയെടുത്ത് ഇയാളെ തല ഒന്നായിട്ട് പോയി, തല അല്ല പിന്നെ എന്നിട്ട് ഞങ്ങളെടുത്തോളാം. അപ്പോൾ ഇവരുടെ ഇടയിൽ ഈ ആദിവാസികളുടെ ഇടയിൽ ഈ ഓരോരോ വിവാഹത്തിന് ഓരോ വിവാഹം തൊടൂല. നായക്കനെ പണിയാൻ തൊടൂല, പണിയനെ മറ്റേ മുത്തം തൊടുകയല്ല. അത് ഭയങ്കര പിന്നെ അയിത്താണെന്നാ പറയാ. അവസാനം നമ്മൾ എടുക്കണം പിന്നെ ഇയാളാ. എന്നിട്ട് ജീപ്പിൽ വെച്ച് കൊണ്ടുവരും. പിന്നെ കാട്ടിലിങ്ങനെ വെച്ചെടുക്കാൻ പറ്റൂലല്ലോ, നിയമവും കാര്യമൊന്നും അങ്ങനെ നോക്കാൻ പറ്റില്ല എന്നപ്പോ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്തു അല്ലേ? ഓ കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ സംഭവത്തിൽ പ്രധാന ചില കാര്യങ്ങൾ എന്നല്ലാതെ എങ്ങനെ ഓരോ വളരെ നന്ദി മാധവൻ. അതാ ഞങ്ങളുടെ എന്നെ കാണാൻ സഹകരിച്ചതിന് ഇനിയും കാണാം. അയ്യോ